വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. രാഷ്ട്രീയത്തിലാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ രാഷ്ട്രീയത്തിലാണെന്ന് പറയാം. സിനിമാ മേഖലയിലാണോ എന്ന് ചോദിച്ചാൽ കൂടുതലും സിനിമാ മേഖലയിലാണ് ഇത് നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. സംഭവം എന്ന് പറഞ്ഞാൽ വിജയ് നായകനാകുന്ന വിജയുടെ അവസാനത്തെ സിനിമയായി പ്രഖ്യാപിക്കപ്പെട്ട ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ, ഈ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അട്ടത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഈ സിനിമ സെൻസർ ബോർഡ് കണ്ടു. സെൻസർ ബോർഡ് കണ്ട ശേഷം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് വിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കട്ടെ ഇത് പുറത്തു വരണോ വേണ്ടയോ എന്നുള്ളത്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ ഒരുപാട് മേഖലകളിൽ ഈ സിനിമ അതുവഴി കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് ചുവപ്പ് നാടയിൽ ഇപ്പോൾ കുരുങ്ങി കിടക്കുകയാണ്. ഇനി ഈ സിനിമ ഉറപ്പായിട്ടും പുറത്തു വരും. പുറത്തു വരുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനിടയിൽ ഈ സിനിമയുടെ ഒറിജിനൽ HD പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. ഇത് തമിഴ്നാട്ടിലെ പല ആൾക്കാരുടെ ഇടയിലും ഞെട്ടൽ രേഖപ്പെടുത്തി. അവരെല്ലാം ഞെട്ടൽ രേഖപ്പെടുത്തി, നടുക്കം രേഖപ്പെടുത്തുമല്ലോ. രജനീകാന്ത് ഒക്കെ ഓടി വന്ന് നടുക്കം രേഖപ്പെടുത്തിയിട്ട് തിരിച്ചു കയറിയിട്ടുണ്ട്. കമലഹാസൻ പറയുന്നത് ഇത് സെൻസർ ബോർഡിന്റെ കയ്യിൽ നിന്നാണ് ഇത് ലീക്കായിട്ടുള്ളത്. ഇത് സെൻസർ ബോർഡ് മറുപടി പറയണം, മുഴുവൻ സംഘപരിവാറിന്റെ കളിയാണ്. കാരണം ഈ സിനിമയുമായിട്ട് എന്ത് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഈ സംഘപരിവാറാണല്ലോ അതിന്റെ എല്ലാം പിന്നിൽ. സിനിമയ്ക്ക് തുരങ്കം വെക്കുന്നതും മറ്റേ കായികം ഇതിനൊക്കെ എതിരായി നിൽക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് സംഘപരിവാറാണ്. അതുകൊണ്ട് ഇത് സംഘപരിവാർ തന്നെയാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് കണ്ടു കേട്ടോ. എനിക്ക് ഒരു കാര്യത്തിൽ ഇവന്മാർ പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം അവർ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ കണ്ണിലൂടെയാണ് അവർ എല്ലാ കാര്യങ്ങളും കാണുന്നത്. ഒരു മുസ്ലിം വർഗീയവാദത്തിന്റെ കണ്ണിലൂടെ മാത്രമേ അവർ എല്ലാത്തിനെയും കാണാറുള്ളൂ. അതിപ്പോ എന്തായിരുന്നാലും ശരി തന്നെ, ഇവർ എന്ത് പരിശോധിച്ചാലും രക്തം, മലം, മൂത്രം, കഫം പരിശോധിച്ചാൽ പോലും ഇവർ ആ കണ്ണിലൂടെ മാത്രമേ കാണാറുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്തും അവിടെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. കാരണം വിജയ് ഒരു സമയത്ത് അവിടെ ഒരു ശക്തിയായിട്ട് ഉയർന്നു വരുമ്പോൾ DMKയുടെ സ്റ്റാലിൻ അവിടെ ഡാമേജ് ചെയ്യപ്പെടും. പക്ഷെ ആ ഗ്യാപ്പിൽ കൂടെ BJP വളരും. അതുകൊണ്ട് ഇവര് നമുക്ക് സ്റ്റാലിനെ സപ്പോർട്ട് ചെയ്യാം. കാരണം BJP വളരാൻ പാടില്ലല്ലോ. TVKയെയും BJPയെയും നമുക്ക് ആക്രമിച്ചുകൊണ്ട് സ്റ്റാലിനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു നിലപാടാണ് ഇവരെടുത്തിരിക്കുന്നത്. ഇവരിങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളെ ആഹാരമാണല്ലോ കഴിക്കുന്നത്, നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇവര് അങ്ങനെ സ്റ്റാലിനെ നിരന്തരം സപ്പോർട്ട് ചെയ്ത് വിജയിയെ നിരന്തരം തെറി പറയുകയാണ് ഈ ഔട്ട് ഓഫ് ഫോക്കസിലുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് വിജയ് BJPക്ക് എതിരായിരുന്നപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്ത സമയത്ത് വിജയ് ഇവരുടെ വലിയ നേതാവായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ അവർ പറയുന്ന ഒരു കാര്യം അത് വളരെ ശരിയാണ്. കാരണം ഈ സിനിമ വിജയ് തന്നെ ലീക്കാക്കിയതായിക്കൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഈ സിനിമ ആർക്കെതിരെയുള്ള സിനിമയാണ്? ഇത് കേന്ദ്ര സർക്കാരിനെതിരെയും ഇത് സ്റ്റാലിൻ സർക്കാരിനെതിരെയുമുള്ള ഒരു സിനിമയാണ്. ആ സിനിമ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ബെനിഫിറ്റ് ചെയ്യപ്പെടുന്നത് ആർക്കാണ്? TVKക്കാണ് അത് ബെനിഫിറ്റ് ചെയ്യപ്പെടുന്നത്. ആ സിനിമ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രൊപ്പഗാൻഡ ഫിലിം പുറത്തു വരുന്നതിനോട് വലിയ ഇമ്പാക്റ്റ് ഒന്നും അത് ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. ഇത് ജനങ്ങൾ ഇലക്ഷന് മുമ്പേ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ ഇറക്കിയിരിക്കുന്നത്. ഒരു പക്ക പ്രൊപ്പഗാൻഡ സിനിമ തന്നെയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരും പല കുറിപ്പുകളും എഴുതി ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ പ്രൊപ്പഗാൻഡകളുടെ അതിപ്രസരം മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. നടക്കുന്നതിലും ഇരിക്കുന്നതിലും എന്ത് പറയുന്നു, വിജയ് ശ്വാസം വിടുന്നതിൽ പോലും നിങ്ങൾ TVKക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്നാണ് വിജയ് ഈ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ധനുഷ് പറഞ്ഞില്ല എന്തോ അങ്ങനെ എന്തോ ഉണ്ട്, സിനിമയുടെ നായകന്റെ പേര് തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ. ഈ സിനിമയുടെ നായകന്റെ പേര് അതാണ് TVK. അതായത് വിജയുടെ നായകന്റെ പേര് വിജയ് അതില് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും എഴുതി കണ്ടു TVK എന്ന് കയ്യിൽ പച്ചകുത്തിയാണ് വിജയിൽ നടക്കുന്നത്. തളപതി വെട്രി കൊണ്ടൻ എന്നാണ് വിജയുടെ നായകന്റെ പേരെന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ അത് പതിയണം. പോരാത്തതിന് ഈ MLA-മാരെയൊക്കെ വിജയ് വലിയ രീതിയിൽ ചാട്ടവാറത്ത് അടിക്കുന്ന സീനൊക്കെ ഇതിനകത്തുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും വിമർശന ബുദ്ധിയെ എഴുതി കണ്ടു. അപ്പൊ അങ്ങനെ ഉള്ളൊരു പടം ഇറങ്ങുന്നത് ആർക്കാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? അത് വിജയ്ക്കാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്. അത് ഇറങ്ങണം. അത് ഇത് ചോർത്തിയത് വിജയ് ആയിക്കൂടെ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അതെനിക്ക് വളരെ നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നി. ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യം ചിന്തിച്ചത്. കാരണം ഇത് ചോർത്തുന്നത് വിജയ് തന്നെ ആയിരിക്കും. പിന്നെ ഇതിന്റെ പിന്നിൽ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം, INL എന്ന് പറയുന്ന പാർട്ടി ഇപ്പൊ കൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ സിനിമ. അപ്പൊ അവര് കണ്ടു കാണണമല്ലോ. കാരണം ഇതിൽ ബോംബ് വയ്ക്കുന്ന വ്യക്തി ഒരു മുസ്ലിമാണ്. മുസ്ലിങ്ങളെല്ലാം ബോംബ് വയ്ക്കുന്ന വ്യക്തികളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വലിയ രീതിയിൽ പിന്നെ ഈ വിജയുടെ ഈ TVK എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി അവിടെ എന്ത് ചലനവും സ്വാധീനവും ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കും എന്ന് വളരെ ഓതറൈസ്ഡ് ആയിട്ട് പറയുന്ന സർവേകളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇവർക്ക് ഈ വിജയുടെ ഈ ഫാൻസിന് ഈ ഇതിൽ ഭയങ്കര ഹോൾഡാണ്. ഈ ട്വിറ്ററിലൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ തന്നെ പോളുകളൊക്കെ എടുക്കുമ്പോൾ നരേന്ദ്രമോദിയാണ് ഏറ്റവും മികച്ച നേതാവ്, രണ്ടാമത് വിജയാണ് ഏറ്റവും മികച്ച നേതാവായിട്ട് വരുന്നത്. കാരണം ഇത് പോളിൽ ഇവന്മാര് പോയി മാസമായിട്ട് അങ്ങ് വോട്ട് ചെയ്യുകയാണ്. പിന്നെ പോരാത്തതിന്
തമിഴ്നാട്ടിൽ ജയലളിത മരിച്ചപ്പോ വലിയ രീതിയിൽ, അല്ല കരുണാനിധി ഈയിടയ്ക്ക് മരിച്ചപ്പോ വലിയ രീതിയിലുള്ള ഇത് വന്നല്ലോ, ജനങ്ങളും ജനക്കൂട്ടവും എല്ലാം വന്നല്ലോ. അപ്പൊ ഇവര് ട്വിറ്ററിൽ ഒരു ക്യാമ്പയിൻ നടത്തി, ഞങ്ങളുടെ അണ്ണ മരിക്കട്ടടാ, അപ്പൊ കാണിച്ചു തരാം ഇതിനെക്കാട്ടിലും വലിയ റാലിയും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഇവര് അങ്ങ് അടിച്ചു വിടുകയാണ്. അപ്പൊ ഈ ട്വിറ്ററിലടക്കം ഈ പോളുകളിൽ പല ആൾക്കാരും പറയുന്നത് 82% വോട്ട്, 82% വോട്ടെന്ന്. ഇവന്മാർക്ക് അതിന്റെ പോലും ധാരണയില്ല എന്നുള്ളതാണ്. 82% വോട്ട് അണ്ണൻ നേടും. അണ്ണൻ എങ്ങനെ പോയി, ചില ആൾക്കാർ തമിഴ്നാട്ടിൽ 236 സീറ്റ് എന്തായേ ഉള്ളൂ, ചില ആൾക്കാരും ചില പോളുകളിൽ ഇവർ തന്നെ ഇട്ട പോളുകളിൽ 300-ലധികം സീറ്റുകൾ ടിവിക്ക് നേടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അങ്ങനെയാണ് ഇവരുടെ രീതി പോകുന്നത്. അപ്പൊ എന്താണ് ആക്ച്വലി തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്? ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പണിയാവാനുള്ള സാധ്യതയുണ്ടോ? ഈ സിനിമ കൊണ്ട് എന്തെങ്കിലും മാറ്റിമറിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നരേന്ദ്രമോദിയുടെ ഒരു ബയോപിക് എന്ന് പറയാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇറങ്ങി, മോദി എന്ന് തന്നെയായിരുന്നു അതിന്റെ പേര്. ആ സിനിമ ഇറങ്ങിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ അന്ന് പറഞ്ഞു ഈ സിനിമ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ സിനിമ ഇറങ്ങി, അത് എത്ര പേർക്ക് ആ സിനിമയെ കുറിച്ച് അറിയാൻ അതിൽ 8 നില പൊട്ടുകയായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മുടെ ശ്രീമാൻ ബി ഉണ്ണികൃഷ്ണൻ പ്രതിച്ഛായ എന്ന് പറയുന്നൊരു സിനിമ നിവിൻ പോളിയെ വെച്ചിട്ട് പിണറായി വിജയനെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സിനിമ ഇറക്കി. അതിനു മുമ്പ് ഒരു സിനിമ ശ്രീമാൻ പിണറായി വിജയനെ ഇത് വെച്ചുകൊണ്ട് ഇറക്കി, മമ്മൂട്ടി നായകനായിട്ടൊരു ഫിലിം, അതിന്റെ പേര് ഞാൻ അതെ തന്നെ. ആ സിനിമയും എങ്ങും വണ്ണായില്ലെന്ന് മാത്രമല്ല, തിയേറ്ററിൽ എത്ര ദിവസം ഓടിയെന്ന് പോലും അറിയില്ല, അത് പോയി. അപ്പം എങ്ങനെ വരുന്ന സിനിമകൾ ക്ലച്ച് പിടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയാസകരമാണ്. ഇത്തരം സിനിമകൾ, ഈ സിനിമ കണ്ടിട്ട് ആൾക്കാർ വോട്ട് ചെയ്യും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ ഒരുപക്ഷെ ദുരന്തർ പോലെയുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ കുറെ ദേശീയ വികാരം ആളുകൾക്കിടയിൽ ഉണ്ടാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ രാഷ്ട്രീയ നേതാക്കളെ പുകഴ്ത്തിക്കൊണ്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ വിജയിക്കാൻ സാധ്യതകളില്ല. പിന്നെ ഈ സിനിമയിൽ നിന്ന് ഹീറോ ആയിട്ടുള്ള പാരമ്പര്യമാണ് തെലങ്കാനയിൽ എം ജി രാമറാവു ആയാലും ഈ തമിഴ്നാട്ടിലെ MGR ആയാലും ജയലളിത ആയാലും ഒക്കെ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ സുരേഷ് ഗോപി ഇന്നും നടന്നു പോകുമ്പോൾ അതിന് അവരുടെ ആരാധകര് BGM ഇടുന്നത് കമ്മീഷണറിലെ ആ മ്യൂസിക്കാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഇടുന്നത്. പക്ഷേ ഈ തമിഴ്നാട്ടിന്റെ ഒരു കൾച്ചർ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ അന്തക്കാലമല്ലേ ബിജേട്ടാ? എനിക്ക് അങ്ങനെ ഒരു വലിയ ഡൗട്ട് ഉണ്ട്. കാരണം MGR ഒക്കെ അന്തക്കാലം, സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല, MGR-നെ ഓഡിറ്റ് ചെയ്യാൻ ആരുമില്ല. MGR പറയുന്നത് വേദവാക്യമാക്കി വിഴുങ്ങുന്ന ആൾക്കാർ, കാരണം റേഡിയോ പോലെ ആയിരുന്നല്ലോ. ഇന്ന് തിരിച്ച് MGR പറയുന്ന എന്തെങ്കിലും കൗണ്ടർ ചെയ്യാൻ അവർക്കൊരു മാധ്യമം വേണ്ടേ, ആ മാധ്യമം ജനങ്ങളിലേക്ക് എത്തണ്ടേ? അപ്പൊ ഈ കാലത്ത് വിജയിയെ പോലുള്ള ഒരാള് 1970-ൽ MGR ചെയ്ത പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരിക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അല്ല, അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ കരുണാനിധി സൺ TV തുടങ്ങിയപ്പോൾ ജയലളിത ജയ TV തുടങ്ങി. അവരിത് നേരത്തെ തിരിച്ചറിഞ്ഞു. കാരണം ഇത് മുമ്പോട്ട് അധികം പോയില്ല. പണ്ട് MGR-ഉം കരുണാനിധിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമല്ലെന്ന് ജയലളിതയ്ക്കും മനസ്സിലായി, പിന്നീട് കരുണാനിധിക്കും മനസ്സിലായി. അതാണ് സൺ TV ജയ TV ആയിരുന്നില്ല വലിയ മനസ്സിലായി. മുമ്പ് ഇവർ കേബിളൊക്കെ മുറിച്ച് കളയുമായിരുന്നു. പണ്ട് ഈ കേബിൾ വഴിയായിരുന്നു ഈ ചാനലിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അന്ന് അതൊക്കെ മുറിച്ചു കളയുന്ന ഒരു വലിയ, അത് തന്നെ എത്രയോ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ അതിന്റെ പേരിൽ തന്നെ അന്നത്തെ കാലത്ത്. അപ്പൊ അത് വന്ന് ഒരു കാര്യം വന്നു. അപ്പൊ എല്ലാ മാധ്യമങ്ങളും സ്വന്തം ഇത് വന്നു, കാരണം നേതാക്കന്മാർക്ക് പറയാൻ അവസരം. ഇവിടെ വ്യക്തമായ ഒരു അജണ്ട ഇല്ലാതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വിജയ് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഒരു താര ആരാധനയുടെ ബേസിലാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് കുറെ റീൽസ് ഇടും. ധനുഷ് പറയും, ഇപ്പൊ നമുക്ക് AI ഒക്കെ വന്നുകൊണ്ട് ഈ ലൈക്ക് കമന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബോട്ട് വഴിയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് താഴെയൊക്കെ ഒരേ ഫ്ലേവറിലുള്ള തെറി കമന്റുകളും മോശം കമന്റുകളും ഒക്കെ വരും. ഇത് ബോട്ടാണ് സാധനം. അപ്പൊ അത് നമ്മൾ അതിനകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് പണം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞൊക്കെ അത് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് അവർക്ക് മുൻപോട്ട് വെക്കാൻ ഒരു ആശയമില്ല. നമ്മളിപ്പോ സാധാരണ നിൽക്കുകയാണെങ്കിൽ ഇലക്ഷൻ നിൽക്കുന്ന പാർട്ടികൾ മാനിഫെസ്റ്റോ മുമ്പോട്ട് വെക്കണം, കാര്യങ്ങൾ മുമ്പോട്ട് പറയണം. ഇതൊന്നുമില്ല. അതല്ല, ധനുഷ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം യൂത്ത് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ആ യൂത്ത് എന്ന് പറഞ്ഞ എല്ലാവരും ഈ ആരാധകരല്ല, പകരം അവരിത് ചിന്തിക്കും എന്താണ് ഇവർക്ക് മുൻപോട്ട്. അവിടെയാണ് ഇപ്പോഴും ഈ DMS സർക്കാർ ജയിക്കും എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ DMK സർക്കാർ കുറെ ഈ ക്ഷേമ പദ്ധതികൾ അവിടെ സ്ത്രീകൾക്കിടയിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പം ഇതൊരു വോട്ടായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ DMK പിന്നെയും തുടരുമെന്ന് പറയുന്നതിന് കാരണം ഇതാണ്. പിന്നെ വിജയ്ക്ക് ആകെ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം ഒന്ന് കുളം കലക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ പുള്ളി ഒരു ഓളം ഉണ്ടാക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓളം ഉണ്ടാക്കത്തില്ല. ഈ സിനിമ കിട്ടിയ കുറെ പൈസയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് 8 വില പൊട്ടും. 5 കോടി രൂപ വെച്ച് ഈ സ്ഥാനാർത്ഥി ആകുന്നവരുടെ വിജയുടെ പാർട്ടി ചോദിച്ചിരുന്നു, സ്ഥാനാർത്ഥി ആകുന്നവർ 5 കോടി രൂപ തരണം, നിങ്ങളുടെ ഇലക്ഷൻ വർക്കൊക്കെ പിന്നെ അണ്ണൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. കുറച്ചു പേരൊക്കെ അതിൽ നിന്ന് പിന്മാറി. അപ്പൊ അതിനപ്പുറത്തേക്ക് എന്ത് ചകലം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരു കുന്തം ഉണ്ടാക്കാൻ കഴിയില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ വിജയകാന്ത് എന്ന് പറഞ്ഞൊരു നടൻ ഒരു പാർട്ടിയും കൊണ്ടുവന്നു. ആ പാർട്ടി ക്ലച്ച് പിടിച്ചു. അത് പിടിക്കാൻ ഒരു കാരണം ഉണ്ടാകും. കാരണം വിജയകാന്തിന്റെ ജാതി
പിന്നോക്ക വിഭാഗത്തിൽ വരുന്ന ഒരു ജാതിയാണ്. ആ ജാതി ഒന്നടങ്കം നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് കുറച്ച് ബലം കിട്ടിയത്. വിജയകാന്ത് ഡൗൺ ആയി തുടങ്ങിയപ്പോൾ, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി നാമാവശേഷമായി പോയി. ഇനി ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഇനി വിജയ് ഈ ഇലക്ഷന് മത്സരിച്ച് വിജയുടെ പാർട്ടിക്ക് ഒരു 10 സീറ്റ് കിട്ടുകയാണെന്ന് കരുതുക. അപ്പുറത്ത് നിൽക്കുന്ന ആരൊക്കെയാണ് ധനുഷ്? BJP യും DMK ആണ്. ഈ വിജയുടെ പാർട്ടി അവന്മാർ കുത്തിപ്പറിച്ച് നാശമാക്കും. ഡൽഹിയിൽ ഒരു കേസ് കിടപ്പുണ്ട് വിജയ്ക്ക്, സംസ്ഥാനത്ത് മറ്റൊരു കേസ് കിടപ്പുണ്ട്. ഇവന്മാര് വെറുതെ വിടുവോ? ഇതൊക്കെ എന്ന് പറഞ്ഞാല് എന്താ പറയുക, രണ്ട് വലിയ സംഘങ്ങളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അവിടെ നിന്ന് ഈ വിജയുടെ പാർട്ടി രക്ഷപ്പെടാൻ സാധ്യതയില്ല. പിന്നെ ഈ സിനിമ ഒരു വിവാദം ഉണ്ടാക്കി, ഇതിപ്പോ വിജയ് തന്നെ ചോർത്തി കൊടുത്തു കൊടുക്കാണ് തോന്നുന്നത്. അദ്ദേഹം അതിനകത്ത് നായകന്റെ പേരിൽ TVക്ക് എല്ലാവരും വിമർശിക്കുന്നു. ആ സിനിമ ഇറങ്ങുന്നതുകൊണ്ടൊന്നും വലിയ രീതിയിൽ അതിനെ എഫക്ട് ചെയ്യില്ല. ആകെ അതിനകത്ത് ഈ വിജയുടെ ആരാധകരെ കോൾമേറി കൊള്ളിക്കാം എന്നുള്ളതിന് അപ്പുറത്തേക്ക് അത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് തോന്നുന്നില്ല. ജനങ്ങളെ ഇല്ലേ പിന്നെ ഫ്രീ ആയിട്ട് ഈ സിനിമ കൊണ്ട് കാണിക്കേണ്ടി വരും. കാണിച്ചു കഴിഞ്ഞാലും ജനം അതിനെതിരെ പ്രതികരിക്കില്ല. കാരണം ജനത്തിന് അവിടുത്തെ തമിഴ്നാട്ടിലൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് കിട്ടുന്ന പണം, ഇല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഈ പെൻഷനും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ തന്നെയാണ് വോട്ടായി മാറുന്നത്. അല്ലാതെ വിജയ്ക്ക് ഒരു പ്രതീക്ഷയില്ല. ഇപ്പൊ നമ്മൾ ജയിക്കുമോ എന്ന് വെച്ചാൽ വിജയ് ജയിക്കും. വിജയ് തന്നെ 2 മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അപ്പൊ അതൊരു വെറുതെ ഒരു അലമ്പാണ്. സിനിമ ഞാൻ പറഞ്ഞില്ല, നരേന്ദ്രമോദിയുടെ സിനിമ ഇറങ്ങിയിരുന്നു. അത് ഇതേപോലെ തന്നെ അന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടിട്ട് പറഞ്ഞു സിനിമ ഇറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സെൻസർ ബോർഡ് അതിന് അനുമതി കൊടുത്തില്ല. അതിനുശേഷം ആ സിനിമ ഇറങ്ങിയിട്ട് ആരെങ്കിലും ആ പേര് പോലും കേട്ടോ? 8 വില പൊട്ടിപ്പോയി ആ സിനിമ. ഇപ്പൊ ഈ പുതിയതായിട്ട് എടുത്ത പടം എന്താണ്, ഇപ്പൊ എന്താ പിണറായി വിളിച്ച് വെള്ളാവശ്യം എടുത്ത 2 സിനിമകൾ പൊട്ടിപ്പോയി. സിനിമയിലൊന്നും വലിയ സ്കോപ്പ് ഇല്ല. അതിനേക്കാൾ കുറച്ചുകൂടെ എഫക്ട് ചെയ്യുന്ന പരസ്യങ്ങളാണ്. പക്ഷെ പരസ്യത്തിൽ എന്ത് ചെയ്യാനാണ് വിജയ്ക്ക് വെക്കാനുള്ള കുറെ സിനിമയുടെ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ധനുഷ് ശ്രദ്ധിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന്റെ പരസ്യം ശ്രദ്ധിച്ചിട്ടില്ല? അദ്ദേഹത്തിന്റെ സിനിമയിൽ അദ്ദേഹം പറയുന്ന 5 ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ ഈ നന്നായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഹുക്ക് ചെയ്യും. ഇപ്പം കേരളത്തിൽ വെക്കും നോക്കിക്ക്. കേരളത്തിൽ എന്തായിരുന്നു NDAയുടെ മുദ്രാവാക്യം? മാറാത്തത് ഇനി മാറുമെന്നായിരുന്നു. CPMന്റെ മുദ്രാവാക്യം എന്താണ്? ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പം കോൺഗ്രസിന് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല അവരുടെ മുദ്രാവാക്യം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് പോകുന്നത്. കാരണം അത് പറയുമ്പോൾ ജനം ഈ ഒരു മാറാത്തത് മാറുമെന്ന് കേരള സ്റ്റേറ്റ് BJP ഒരു ഇത് ഇറക്കുന്നു, ഒരു സ്ലോഗൻ ഇറക്കുന്നെങ്കിൽ ജനം ചിന്തിക്കും, ശരിയാണല്ലോ, ഇവർ കേന്ദ്രം ഭരിക്കുന്നുണ്ട്, കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ട്, അപ്പൊ അവിടെയൊക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നുണ്ട്. അപ്പൊ ഇവർ പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത്. CPM പറഞ്ഞു ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവർ ഈ പഴയ കഥയാണ്. നമ്മുടെ 2018 വെള്ളപ്പൊക്കവും അതിനുശേഷം വന്ന് കോവിഡ് കാലമൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതായാലും ജനം ഇത് ചെയ്തൊന്നും വരാം. കോൺഗ്രസ് പറഞ്ഞാലും ഒരുപക്ഷെ കേരളത്തിലെ ജനം ചിന്തിക്കും, ശരിയാണ്, അവർ പറയുന്ന ഒരു വാക്കിനർത്ഥം. ഇതങ്ങനെയല്ല. പുള്ളി സിനിമയെ പറഞ്ഞിട്ടുള്ള 5 ഡയലോഗുകൾ വെച്ചിട്ട് പുള്ളിയുടെ വിവിധ തരത്തിലുള്ള പടങ്ങളാണ് എല്ലായിടത്തും വെക്കുന്നത്. അതിനെ തമിഴ്നാട്ടുകാര് എത്രത്തോളം കാരണം ഇത് ഞാൻ പറയാൻ കാരണം, ഈ സിനിമ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ അവിടെ വിശാൽ എന്ന് പറയുന്ന ഒരു നടൻ വന്നിരുന്നു, സത്യരാജ് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു, രജനീകാന്ത് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു. ഇവരെല്ലാം ഇറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് തിരിച്ചു കയറിയവരാണ്. സൂര്യ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് തിരിച്ചു കയറുക. വളരെ ബുദ്ധിമാനായ അജിത്ത് എന്ന് പറയുന്ന നടനുണ്ട്, ജയലളിതയുടെ വലം കൈയായിരുന്നു. ജയലളിതയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു നടനും കൂടെയായിരുന്നു. ജയലളിതയുടെ ഈ പോലീസ് ഗാർഡിലൊക്കെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒന്നും ഇല്ലാതെ ചെല്ലാൻ പറ്റുന്ന നടൻ കൂടെയായിരുന്നു. അപ്പൊ എല്ലാവരും കരുതുന്നത് ജയലളിതയുടെ പിൻഗാമി അജിത്ത് ആയിരിക്കും എന്നൊക്കെയാണ്. ജയലളിത മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അജിത്ത് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇവരൊക്കെ ബുദ്ധിമാന്മാരെ നടന്മാരാണ്. തമിഴ്നാട്ടിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓരോ പാർട്ടി രൂപീകരിച്ച് വന്നുകൂടെ? എന്താണ് ഗടാഗടിയനായ നമ്മുടെ ശ്രീമാൻ കമലഹാസൻ പോലും DMK പാളത്തിലേക്ക് എത്തി. കാരണം ഒറ്റയ്ക്ക് നിന്ന് ക്ലച്ച് പിടിക്കത്തില്ലെന്ന് അറിഞ്ഞു പുള്ളിക്കാരെ മനസ്സിലായി. ഖുശ്ബു BJPയുടെ കൂടെ നിൽക്കുകയാണ്. രാഷ്ട്രീയത്തെ ഉണ്ടെന്ന് ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായി മാറുകയാണ്. ഒറ്റയ്ക്ക് ഒരു പാർട്ടി രൂപീകരിച്ച് മുമ്പോട്ട് പോകുക എന്നൊക്കെ ഉള്ളത് ഈ രാജ്യത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പഴയ NT രാമറാവുവിന്റെ കാലമല്ല, പഴയ MGRന്റെ കാലമല്ല. അതുകൊണ്ട് വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ശ്രീമാൻ ദേവൻ എന്ന് പറഞ്ഞൊരു നടനില്ലേ, ദേവൻ ഒരു പാർട്ടി രൂപീകരിച്ചിരുന്നല്ലോ. ദേവൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടി ഇപ്പൊ എന്തായി? ഇപ്പൊ ദേവൻ BJPയുടെ മെമ്പറാ. ദേവൻ സ്വന്തമായിട്ട് പാർട്ടി ലയിച്ചു ചേർന്നു. അപ്പം ഇങ്ങനെയാണ്. അതിനകത്തൊന്നും വലിയ താരങ്ങളെ ജനത്തിന് ഇഷ്ടമാണ്, അവരെ കാണാനും ഒക്കെ. സുരേഷ് ഗോപി താരമെന്ന നിലയിലല്ല അദ്ദേഹം ജയിച്ചു കയറുന്നത്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഈ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അവരുടെ വിഷമം, അതായത് അദ്ദേഹം സമ്പാദിക്കുന്ന പണമാണ് എടുത്ത് ചെലവഴിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ആരുടെയും പോക്കറ്റ് കയറ്റെടുത്തതോ അഴിമതി കാണിച്ചെടുത്തോ പണമൊന്നുമില്ല. ഇതൊക്കെ കൊണ്ടാണ് ജനത്തിന് അദ്ദേഹത്തെ വലിയ താല്പര്യവും കാര്യമൊക്കെ. അതുപോലൊന്നും ഇനി ആരും പറഞ്ഞു. ഈ സിനിമ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എത്ര പേരായിരുന്നു സിനിമാ താരങ്ങൾ മത്സരിച്ചത്? പക്ഷെ ആ സിനിമാ താരങ്ങൾ മത്സരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിരസമായി പോകും. ഈ നമ്മൾ സ്ഥിരം കേൾക്കുന്ന CPM BJP കോൺഗ്രസ് അതിന്റെ ഇടയിൽ ഇതേപോലുള്ള സിനിമാ താരങ്ങൾ കൂടി മത്സരിക്കുമ്പോൾ ഇവർ കാണിക്കുന്ന കോപ്രായങ്ങള്, ഇവര് പറയുന്ന ഡയലോഗ്സ്, ഇതൊക്കെ നമുക്ക് കുറച്ചൊരു ആനന്ദം നൽകുന്ന കാര്യങ്ങളാണ്. ഈ വരിഞ്ഞു മുറുകിയുള്ള രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക്
നമുക്ക് ഇങ്ങനെ ഇവർ പറയുന്ന ചില ഡയലോഗ്സുകൾ, ഇവർ കാണിക്കുന്ന ഓരോ പേക്കൂത്തരങ്ങൾ, ഇതൊക്കെ കാണാൻ ഒരു രസമുണ്ട്. കാരണം പൊതുവെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ഉള്ള ചില അഭ്യാസങ്ങളൊക്കെ ഇവർ കാണിക്കും. കാരണം ഇവർക്ക് പൊളിറ്റിക്സ് അറിയില്ല. അപ്പൊ ഇവർക്ക് എങ്ങനെയെങ്കിലും അതിനത് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നല്ല കാര്യമാണ്, അവർ വരുന്നതിന് നമുക്ക് തെറ്റൊന്നുമില്ല, വരുന്നത് നല്ല കാര്യമാണ്. പക്ഷെ സിനിമ അല്ല. കാരണം സിനിമയിൽ ആളുകൾ കാണും. ഞാൻ മുമ്പ് പറയാനുള്ള ഡയലോഗ് ഇപ്പോഴും ഇവിടെ ആവർത്തിക്കുന്നു. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടാൽ ലൈക്ക് കിട്ടും, വോട്ട് കിട്ടണമെങ്കിൽ ജനഹൃദയങ്ങളിൽ തന്നെ സ്ഥാനം ഉണ്ടെങ്കിലേ വോട്ട് കിട്ടത്തുള്ളൂ. ലൈക്കിന് വലിയ പാടൊന്നുമില്ല. അതിപ്പം നല്ല ഫോട്ടോ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നല്ല നടിമാരുടെ നടന്മാരുടെ ഒക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ലൈക്ക് ചെയ്യും. പക്ഷെ അത് വോട്ടല്ല. അങ്ങനെ വോട്ട് കിട്ടി ജയിക്കുകയാണെങ്കിൽ നമ്മുടെ കെ സുരേന്ദ്രനൊക്കെ 2 വട്ടം ജയിക്കേണ്ടതാണ്. അദ്ദേഹത്തൊക്കെ പണ്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ 1.5 ലക്ഷം 2 ലക്ഷം ലൈക്കായിരുന്നു. പണ്ട് കിട്ടുന്ന കാര്യമാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോ നമ്മൾ അധികം കാണാറില്ല. പിന്നെ നമ്മുടെ സന്ദീപ് വാര്യരുടെ ഏത് പോസ്റ്റും ഫോട്ടോയും കിട്ടാൻ 15,000 20,000 ലൈക്ക് ഒക്കെ ആയിരുന്നു. അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നൊരു കാലം. അങ്ങനെയൊക്കെ ആണെന്നെങ്കിൽ ഇവരൊക്കെ ജയിച്ചു പോകേണ്ടതല്ലായിരുന്നു. അപ്പൊ അതിലൊന്നും കാര്യമില്ല. ഇത് രണ്ടും രണ്ടാണ് എന്നുള്ളതേ ഉള്ളൂ. വെള്ളിത്തിര വേറെ, ജീവിതത്തിന്റെ അതായത് റീലും റിയലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. റീൽ അല്ല റിയൽ എന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യം.